ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആഗ്രയിൽ നിന്ന് നേരെ മധുരയിലേക്കാണ് വന്നിട്ടില്ലേ. അങ്ങനെ മധുര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വന്നിട്ടില്ല കാഴ്ചയാണ് ഈ കാണുന്നത്. ആൾക്കാർ ഒരുപാടുണ്ട്. ജനങ്ങളെ കൊണ്ട് ഇവിടെ നിറഞ്ഞിട്ടേ ഇല്ലത്. ഇത് നമ്മൾ വേറെ വണ്ടിയിൽ കയറിയിട്ട് പിന്നെ നമുക്ക് പോകേണ്ട വാഹനത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളവിടെ ഒരാൾ കൂട്ടാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അയാളെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഈ പോകുന്ന വെഹിക്കലിലെ ചുമരിലുള്ള ചിത്രങ്ങൾ. ശ്രീകൃഷ്ണൻ്റെ ഓരോരോ കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ചുമരിൽ. അത് കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം നമ്മൾ മധുരയിലേക്ക് എത്തിയാണ്. വൃന്ദാവനിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഒരാൾ നമ്മൾ കൂട്ടാൻ വരുന്നത്. അത് ആരാണ് സർപ്രൈസായിട്ട് ഞാൻ നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഹോട്ടലിൽ ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടില്ല. അവരൊരു 10-20 മിനിറ്റിനുള്ളിൽ എത്തുന്ന പറഞ്ഞത്. വിശ്രമത്തിന് ആരതി കാണാൻ വേണ്ടിയിട്ട് അവരില്ല അനുഭവമാണ് പറഞ്ഞത്. നമുക്ക് ടച്ച് കയറാം. അവർക്ക് വീടൊക്കെ ഞാൻ പറഞ്ഞതാണ്. നമ്മൾ വരുന്നുണ്ട് പക്ഷേ അവർ ഡൽഹിയിൽ നിന്ന് നേരെ കാർ കൊടുത്ത് ഇങ്ങോട്ട് വന്നതാണ്. അവിടെ ഭയങ്കര തിരക്കാണ് പറഞ്ഞുകൊണ്ടാണ് കാറിൽ പോകാൻ അങ്ങനെ 6:30 യമുന ആരതി തുടങ്ങുന്ന ഇവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് തിരക്കിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവേനിപ്പോൾ. അങ്ങനെ നമ്മൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തി. ഇതിൻ്റെ ഉള്ളിലേക്ക് ഓട്ടോറിക്ഷയും കാര്യങ്ങളൊന്നും വിടുന്നില്ല. സൈക്കിൾ മാത്രമാണ് പോകാൻ വിടുന്നത്. അങ്ങനെ നമ്മൾ സൈക്കിളിൽ കയറിയിട്ടാണ് പോകുന്നത്. 3 കിലോമീറ്റർ ഉണ്ട് ആ യമുന ആരതിയുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ എത്തി നമ്മൾ അവിടെ ഇറങ്ങി. അങ്ങനെ നമ്മൾ 2 സൈക്കിളിലായിട്ടാണ് പോയത്. ഒരു സൈക്കിളിൽ 4 ആളെ മാത്രമേ കയറ്റൂ. അതുകൊണ്ട് നമ്മൾ 2 സൈക്കിളിലായിട്ടാണ് പോയത് അടുത്തേക്ക്. ഇവിടെ അധികം വൃത്തി എന്നൊന്നും പറയാൻ കഴിയില്ല. എന്നാലും കുറച്ച് വൃത്തി കുറവാണ് ഇവിടെ. നമുക്ക് പിന്നെ വേറെ സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഈ സ്ഥലത്ത് കുറച്ച് വൃത്തി കുറവാണ്. അത് നമുക്ക് അവിടെ പോയാൽ തന്നെ മനസ്സിലാവും. കണ്ടോ, ഭക്ഷണം കഴിക്കുന്ന ഇങ്ങനെ വേസ്റ്റ് ചാടിയത്. ഇതാ നമ്മൾ അവിടെ എത്താനായി. സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനും മറ്റവരെ കാത്ത് നമ്മൾ ഇവിടെ കുറച്ച് സമയം നിന്നു. അവർ ബാക്കിൽ വരുന്നുണ്ട് അത്രേ. അങ്ങനെ നമ്മൾ വിശ്രമഘട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് വിശ്രമഘട്ടും കടന്ന് കുറച്ച് പോയാലാണ് യമുന ആരതി തുടങ്ങുന്ന യമുന നദി കാണൽ. കുറച്ച് നടന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. 2 ഭാഗത്തും ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്താനായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഇവിടെ ഒരു പ്രസിദ്ധമായ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ കയറിയിട്ട് വേണം നമ്മൾ യമുന ആരതി കാണാൻ പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ വീഡിയോയിൽ ഇത്രയും ജനങ്ങൾ ഈ യമുന ആരതി കാണാൻ വരണമെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളും കൂടി ഈ ജനങ്ങളുടെ ഇടയ്ക്ക് കൂടി ഇങ്ങോട്ടേക്ക് പോവേന്ന്. അത്രയും തിരക്കാണ് ഇവിടെ യമുന ആരതി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അമ്പലത്തിൻ്റെ ഉള്ളിൽ കാണുന്നത് അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടെ കാണാൻ അപ്പുറം ഇപ്പുറം നിന്നിട്ടാണ് ആൾക്കാർ തൊഴുതിട്ട് പുറത്തേക്ക് ഇന്നത്. അടുത്ത ഒരാൾ അതിനെപ്പറ്റി എല്ലാം നമുക്ക് പറഞ്ഞു തന്നിനി. അങ്ങനെ അത് അവിടുന്ന് പ്രസാദം മേടിച്ച് നമ്മൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നേരെ യമുന ആരതി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പോൾ. ഇനി വരുന്ന വഴിക്ക് 2 സൈഡും ഫുള്ള് പലഹാരങ്ങൾ ലഡു എല്ലാം ആക്കി അവിടെ തന്നെ ആക്കിയിട്ട് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. വിവിധ തരത്തിലുള്ള ലഡുകളുണ്ട്. മഞ്ഞ, വെള്ള, പിന്നെ വേറെ എന്തെല്ലോ കളറ്. അതുപോലെ ഇവിടെ ഒരു പിന്നെ ചെറിയൊരു അമ്പലമുണ്ട്. 3 പ്രതിമകളുണ്ട് അവിടെ. അതിനെക്കുറിച്ച് അയാൾ അവിടെ നിന്ന് വിവരിച്ച് തരുന്നുണ്ട് നമുക്കെല്ലാം.
അങ്ങനെ എല്ലാം പിന്നെ വിവരിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി കുറച്ചും കൂടെ നടക്കുമ്പോൾ അവിടെ ഒരു സൈഡിലാണ് കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആടെയും വേറൊരു അമ്പലം കൂടി ഉണ്ട്. ആടെയും തൊഴുത് നമ്മൾ നേരെ പോയി യമുനാരതി കാണാൻ വേണ്ടിയിട്ട്. യമുനാരതി കാണാൻ പോയപ്പോൾ ഒരു പൂജാരി വിളിച്ച് നമ്മളാടെ ഇരുത്തി നമ്മളെ കൈമന്തലോ പൂക്കളും മതി എന്തെല്ലോ തന്നു. അത് വെള്ളം കോരിത്തന്ന് തലക്കാക്കി അങ്ങനെ എന്തെല്ലോ പൂജകൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ പൈസ ചോദിച്ചത് നമ്മളോട്. हमारे घर में हमारे परिवार में जो कोई भी बड़ा बूढ़ा दादी दादा के दादी नाना के वंश का जो कोई भी मथुरापुरी सब लोग घर में हमको जब बंदे से मुक्त करना. അങ്ങനെ ഇതാ യമുനാരതി ഇവിടെ തുടങ്ങി. ഇതാ ജനങ്ങൾ പിന്നെ വലിയ പുഴയുണ്ട് ഇവിടെ യമുനാ നദി. ആ നദിയിലാണ് ഫുള്ള് ബോട്ടിൽ ആൾക്കാർ നിറച്ചുണ്ട്. യമുനാരതി ആ കാണുന്നതാണ് യമുനാരതി. അത് കാണാൻ കിട്ടിയ ഭാഗ്യം ഒരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത്രയ്ക്ക് സന്തോഷമായി എനിക്കത് കണ്ടപ്പോൾ. ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കാത്തൊരു കാര്യം കണ്ടതുകൊണ്ട് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. ആ പുഴയിൽ ഈ യമുനാരതി കഴിഞ്ഞോണ്ട് പുഴയിൽ എല്ലാ വള്ളങ്ങളും ഫുള്ള് ആ പുഴയിൽ അങ്ങനെ ഇങ്ങോളം ആൾക്കാരെയും കൊണ്ട് തുഴഞ്ഞു പോകും. അതിലൊരു തോണിയിൽ കയറങ്ങി തന്നെ ഒരാൾക്ക് 100 രൂപ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് തോണിയിൽ സ്ഥലം ഉണ്ടായിരുന്നു. നമ്മുടെ പിന്നെ പുഴയിലെ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നിട്ടാണ് യമുനാരതി കണ്ടത്. പണ്ടത്തെ നമ്മളെ നാട്ടിലെ ഓറഞ്ച് വള. അങ്ങനെ ഇതാ നമ്മൾ വരുമ്പോൾ ഇവിടെ ചെറിയ കൃഷ്ണൻ്റെ പിന്നെ ഡ്രസ്സ്, കൃഷ്ണൻ്റെ പിന്നെ ഓടക്കുഴൽ ഇതെല്ലാം വിൽക്കുന്നുണ്ടായിനി. നമ്മൾ അവിടെ നിന്നൊരു ഓടക്കുഴൽ വാങ്ങിനി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ കൃഷ്ണ ജന്മഭൂമിയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം.